ഹലോ ഹലോ കൂട്ടുകാരെ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എങ്കിലും നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം, അഭിപ്രായം പറയണം. അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിൻ്റെ അഭിപ്രായം പറയണം കേട്ടോ. ഞാൻ പറയുന്നത് ഈ സ്ത്രീകളെയാണല്ലോ ഇപ്പോൾ വളഞ്ഞിട്ട് പിടിച്ചിരിക്കുന്നത്, അതും അമ്മമാരെ. ഭർത്താവും കുട്ടികളുമുള്ള അമ്മമാരെയാണ് വളഞ്ഞിട്ട് പിടിച്ചിരിക്കുന്നത്. വർഷങ്ങളോളമായിട്ട് ഫിലിം ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ് ശ്വേതാ മേനോൻ. അവർ ഹിന്ദിയിലായിരുന്നു ഫസ്റ്റ് ടൈം. 10-30 പടം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. മോഡലിങ്, മിസ് ഇന്ത്യ ഒക്കെ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ്. അതിനുശേഷമാണ് മലയാളത്തിൽ വന്നത്. നമ്മൾ എല്ലാ പുരുഷന്മാരും ഉപയോഗിക്കുന്ന ഒരു സാധനം ആണ് അവർ പരസ്യം ചെയ്തത്. അന്ന് അത് ഭംഗിയായിട്ട് എല്ലാവരും ആസ്വദിച്ച് കണ്ടു. അതിനുശേഷം അവർ പ്രസവിക്കുന്നതും ഒക്കെ ഉള്ള ഒരു ഫിലിം ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അത് കാണാൻ സാധിച്ചിട്ടില്ല. അതെന്തോ അതെനിക്കറിയില്ല, എന്താണെന്നറിയില്ല, ഇഷ്ടമല്ല എന്നിട്ടല്ല, കണ്ടിട്ടില്ല. അതിനുശേഷവും ഒരുപാട് പാലേരി മാണിക്യം അങ്ങനെയുള്ള പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിലൊക്കെ അവരുടെ ഡ്രസ്സിങ് ഒക്കെ, ഇത് അവർ കൊടുക്കുന്ന ഡ്രസ്സാണ് അവർ ഇടുന്നത്. അപ്പം അവരവരുടെ ജോലിയാണേ, അവരുടെ ജോലിയാണ് അവർ ചെയ്തത്. പൊതുസമൂഹത്തിൽ ഒരു സ്ത്രീയുടെ മാന്യത എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രസ്സാണ്. പൊതുസമൂഹത്തിൽ ഒരു ഉദ്ഘാടന സമയത്ത് അല്ലെങ്കിൽ ഒരു ജഡ്ജായിട്ടിരിക്കുമ്പോൾ ഒരു ഇതായിട്ടൊക്കെ വരുന്നുണ്ടല്ലോ. അവർ ഒരുപാട് പരിപാടികളിൽ അവരുണ്ട്. ശ്വേതാ മേനോൻ സിനിമ കുറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ വരുന്നുണ്ട്. അവർ ഡ്രസ്സിങ് ഒന്ന് ശ്രദ്ധിക്കണം. വളരെ മാന്യമായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അവർ. നല്ല ഹൈറ്റും ഒത്ത വെയിറ്റും ഒക്കെയുള്ള ഒരു സ്ത്രീയാണ് അവർ. എന്നിരുന്നാൽ പോലും അവരുടെ ഡ്രസ്സിങ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവരുടെ ജോലിയിൽ ചിലപ്പോൾ അവർക്ക് തുണി കുറച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അതവരുടെ ജോലിയാണ്. എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ സിനിമ കാണുന്നവരാണ് ഇല്ലേ? ഷീല അമ്മ തുടങ്ങി ജയഭാരതി തുടങ്ങി കാണുന്നവർ, ഇപ്പോൾ ഉള്ള പിള്ളേര് അടക്കം നമ്മൾ കാണുന്നത്, കാവ്യ മാധവൻ, അങ്ങനെ ഇങ്ങനെ മഞ്ജു വാര്യർ ഇവരൊക്കെ അവർ അത്യാവശ്യം സിനിമകളിലൊക്കെ ഇതുപോലെ കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് ചെയ്യുന്ന സിനിമകളും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. സാരിയിലാണെങ്കിലും ചുരിദാറിലാണെങ്കിലും വേറെ ഡ്രസ്സിലാണെങ്കിലും അതൊക്കെ അവരുടെ ജോലിയാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ പോരെ, ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ കാണരുത്. നമ്മൾ ബൈബിളും രാമായണവും ഒക്കെ വായിച്ച് വീട്ടിലിരിക്കണം. ഇതെല്ലാം ആസ്വദിച്ച് കണ്ടതിന് ശേഷം ഒരു മനുഷ്യൻ ചെയ്ത വേല ഇത് തീരെ മോശമായി. ഈ സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്ത്രീകൾക്കൊരു വിലയില്ലാതെ, മാന്യതയില്ലാതെയായി പോവുകയാണ്. അവരെയൊക്കെ എന്തും പറയാമെന്ന്. ഈ നമ്മൾ കേൾക്കാത്ത ഒരു മനുഷ്യരും ഒരു സ്ത്രീയും കേൾക്കാത്ത ഭാഷയാണ് അവരെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഈ കേരളത്തിൽ, ഇന്ത്യയിൽ, ഈ വേൾഡ് മൊത്തം ഈ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ. അപ്പം നമ്മുടെ മലയാളികൾക്ക് എന്ത് വിലയാണുള്ളത്? നമ്മുടെ സമൂഹത്തിൽ എന്ത് വിലയുണ്ട്? ഓരോ മീഡിയയിലും ഓരോ സ്ത്രീകളെ തേജോവധം ചെയ്യുവാണ്. അവരങ്ങനത്തെവരാ, അവരിങ്ങനത്തെവരാണ്, എന്തെങ്കിലും ചെയ്യട്ടെ എന്നേ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ പോരെ പൊന്നു സഹോദരന്മാരെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ പോരെ, കാണണ്ടെങ്കിൽ കാണണ്ട. ഓരോരുത്തരും ഓരോ തൊഴിൽ മേഖല അവർ ഏറ്റെടുക്കും. ഒരാൾ ഡോക്ടറാണെങ്കിൽ, ഒരാൾ എഞ്ചിനീയർ ആണെങ്കിൽ സിനിമ ഫീൽഡ് ഓരോരുത്തർ തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ നാടകം തിരഞ്ഞെടുക്കും, സീരിയൽ തിരഞ്ഞെടുക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. മോഡലിങ്, ആക്ടിങ് ഒക്കെ. അപ്പോൾ അതിലൊക്കെ അവർ ചെയ്യുന്ന ജോലിയൊക്കെ അവർ മാന്യത കുറവാണ്, അവർ മോശക്കാരാണ്, അവർ കൊള്ളില്ലാത്തവരാണ്, അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്. പ്രത്യേകിച്ച് ഭർത്താവ് മരിച്ച് വിധവയാണെങ്കിൽ പിന്നെ തീർന്നു. പിന്നെ വിധവയ്ക്കൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങളൊന്ന് പറയണം. ഇതിന്റെ നേരെ വിരൽ ചൂണ്ടണം സ്ത്രീകൾ. എവിടെ പോയി? സിനിമാ മേഖലയിൽ കുറെ ലക്ഷ്മിമാരുണ്ടായിരുന്നല്ലോ. ചെയ്തത് തെറ്റാണ്, ആണുങ്ങളെ തല്ലാൻ പോകണം, അവിടെ മൂത്രം ഒഴിച്ചത് തെറ്റി, ഇവിടെ മുള്ളിയത് തെറ്റി, ഇവിടെ തുപ്പിയത് തെറ്റെന്നും പറഞ്ഞ് തല്ലാൻ പോകുന്ന കുറെ മാന്യം മഹതികളുണ്ടായിരുന്നല്ലോ. ഈ സ്ത്രീക്ക് സപ്പോർട്ടായിട്ട് എത്ര പേരുണ്ട്? ഇറങ്ങണം, ഇറങ്ങി പ്രതികരിക്കണം, ഇതിനെതിരെ വിരൽ ചൂണ്ടണം. ഒരിക്കലും
അവർക്കും ഈ ശ്വേതാമേനോ എന്ന് പറഞ്ഞ ആ സ്ത്രീക്കില്ലേ ഒരു കുടുംബം, ഭർത്താവ്, രക്ഷകർത്താക്കള് എല്ലാം പോട്ടെ, ഒരു കുഞ്ഞു മകൾ അവർക്കില്ലേ? എന്തുകൊണ്ടാ മനുഷ്യന് ഈ പറഞ്ഞ ഈ ചെയ്ത വ്യക്തിക്കും അയാൾക്കുമില്ലേ അമ്മയും പെങ്ങന്മാരും മക്കളും ഒക്കെ ഉണ്ടാവൂലേ, പെൺമക്കളും ഉണ്ടാവൂലേ? അല്പ ലാഭത്തിന് വേണ്ടി, അല്പം നല്ല പേര് കിട്ടാൻ വേണ്ടി ഒരാളെ നശിപ്പിക്കുക എന്ന മനസ്സിന് കട്ടിയില്ല, മനസ്സിന് ബോൾഡല്ലാത്ത ഒരു സ്ത്രീയാണെങ്കിൽ ആത്മഹത്യ ചെയ്യും. അവര് നല്ല ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ, അവരുടെ സംസാരത്തിലും അവരുടെ പ്രവൃത്തിയിലും പലവട്ടം നമ്മൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഒരു സ്ത്രീകളെയും പറയരുത്, ചെയ്യരുത്. സ്ത്രീകളെ നേരെ വിരൽ ചൂണ്ടരുത്, അവരെ ബഹുമാനിക്കുക. ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് മിണ്ടാണ്ടിരിക്കുക. സ്ത്രീകളെ ബഹുമാനിക്കേണ്ട, മോശം പറയാതിരിക്കുക. നിങ്ങളൊക്കെ ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവരാണെന്ന് നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചാൽ, ഒരു സ്ത്രീയാണ് നിങ്ങൾക്ക് ജന്മം തന്നത് എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും ഇങ്ങനെ പറയാൻ തോന്നൂല. പൊന്നു സഹോദരന്മാരെ, ഇത്രയുള്ള എനിക്ക് പറയാൻ. നന്ദി, നമസ്കാരം.